السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകൾ എന്ന വിഷയത്തിൽ നമ്മളൊക്കെ പലപ്പോഴും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുള്ള, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറന്നുപോയിട്ടുള്ള ചില സുന്നത്തുകളെ നിങ്ങൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഓർമ്മപ്പെടുത്തുക. ഓർമ്മപ്പെടുത്തൽ ഈമാനുള്ളവർക്ക് ഉപകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വളരെയധികം പ്രതിഫലം നിശ്ചയിക്കപ്പെട്ട ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി മുറുകെ പിടിക്കുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖം എന്നോണം സൂചിപ്പിക്കാനുള്ള കാര്യം എന്നുള്ളത്, നമ്മളെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, ദീനുൽ ഇസ്ലാമിൽ എത്ര വലിയ സുന്നത്താണെങ്കിലും ആ സുന്നത്തുകളെക്കാളൊക്കെ പ്രതിഫലമുള്ളത് ഫർളുകൾക്കാണ്. ദീനുൽ ഇസ്ലാമിൽ എത്ര പ്രതിഫലം നിശ്ചയിക്കപ്പെട്ട, എത്രയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്താണെങ്കിലും ആ സുന്നത്തുകളേക്കാൾ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കുക ഫർളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്ന് വെച്ചാൽ ഫർളുകൾ പൂർത്തീകരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം ഒരു സുന്നത്ത് ചെയ്താലും കിട്ടൂല. ഒരു സുന്നത്ത് ചെയ്താലും കിട്ടുകയില്ല. ഇപ്പോൾ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരുത്തൻ രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് അവൻ സുബ്ഹിക്ക് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൻ ദീൻ പഠിപ്പിച്ചു തന്ന രൂപത്തിലല്ല അവന്റെ പ്രവർത്തനം ഉള്ളതെന്ന് ചുരുക്കം. അവന്റെ സുബ്ഹി നിസ്കാരം കൊണ്ട് അവന് രാത്രി മുഴുവൻ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. അതൊരിക്കലും രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കാൻ പറയുന്നതല്ല, മറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതയാണെന്ത്, ദീനുൽ ഇസ്ലാമിൽ ഹറാമുകൾ ഒഴിവാക്കുന്നതിനേക്കാളും വാജിബുകൾ പൂർത്തീകരിക്കുന്നതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യം ദീനിലില്ല. ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക, ഒരാൾ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക ഹറാമുകൾ ഒഴിവാക്കുമ്പോഴും വാജിബുകൾ പൂർത്തീകരിക്കുമ്പോഴാണ്. ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൽ തന്നെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട വാജിബുകളുണ്ട്, മറ്റെല്ലാത്തിനേക്കാളും മുന്നിൽ വെക്കേണ്ട വാജിബുകളുണ്ട്, മറ്റെന്തൊന്നിനേക്കാളും ആദ്യം വരേണ്ട വാജിബുകളുണ്ട്. അത് വരാതെ ബാക്കിയുള്ള വാജിബുകൾ നമ്മൾ പൂർത്തീകരിച്ചാൽ ആ വാജിബുകൾ പരിഗണിക്കാത്ത വാജിബുകളുണ്ട്. അതാണ് എന്ത്? ഏതാണ് ആ വാജിബ്? തൗഹീദാണ്, ഇസ്ലാമാണ്, ഈമാനാണ്. ഒരാളുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ, ഒരുത്തന്റെ ഹൃദയത്തിലുള്ള ഈമാൻ ശരിയായിട്ടില്ലെങ്കിൽ, അവന്റെ തൗഹീദ് ശിർക്ക് കലരാത്തതായിട്ടില്ലെങ്കിൽ, അവൻ എത്ര പ്രവർത്തിച്ചിട്ടും, വാജിബുകൾ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, ഹറാമുകൾ വിട്ടുനിന്നിട്ടും കാര്യമില്ല, സുന്നത്തുകൾ എത്ര അധികരിപ്പിച്ചിട്ടും കാര്യമില്ല, അവനത് എന്ത് ചെയ്യില്ല? ഉപകരിക്കുകയില്ല. അവനത് റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം ശരിയാക്കുക, ഈമാൻ ശരിയാക്കുക, തൗഹീദ് കുറ്റമറ്റതാക്കുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, പഠിക്കാൻ ശ്രദ്ധിക്കേണ്ട വിഷയം. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. നമ്മുടെ തൗഹീദ് ശരിയില്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തൗഹീദ് ശരിയില്ലെങ്കിൽ നമ്മൾ മറ്റെന്ത് പ്രവർത്തിച്ചിട്ടും റബ്ബിന്റെ അടുക്കൽ എന്ത് ചെയ്യില്ല? നമുക്കത് ഉപകരിക്കുകയില്ല.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദഅവത്ത് ആരംഭിച്ച് 10 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് പോലും. 40-ാമത്തെ വയസ്സിൽ നബിയാക്കപ്പെടുക. 50-ാമത്തെ വയസ്സിൽ ഇസ്രാ മിഅ്റാജിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കുന്നത് 10 വർഷക്കാലം കഴിഞ്ഞിട്ടാണ്. 10 വർഷക്കാലവും തൗഹീദ് തന്നെ, ഈമാൻ കാര്യങ്ങൾ തന്നെ, വിശ്വാസം തന്നെ. കാരണം അത് ശരിയാവാതെ ഒരുത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കരിച്ചിട്ട് കാര്യമില്ല. റബ്ബിന്റെ അടുക്കൽ അത് എന്ത് ചെയ്യില്ല, ഉപകരിക്കുകയില്ല, അതിന് പ്രതിഫലം ലഭിക്കുകയില്ല. ആമുഖമായി ഈ ഒരു വിഷയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ വിശ്വാസം ശരിയാക്കി ഫർളുകൾ പൂർത്തീകരിച്ച് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സുന്നത്തുകൾക്ക് സ്ഥാനം. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സുന്നത്തുകൾക്ക് സ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹു അവൻ തൃപ്തിപ്പെട്ട, അവൻ ഇഷ്ടപ്പെട്ട, അവനെ സ്നേഹിക്കുന്ന, അവന്റെ അടുക്കൽ വലിയ പദവിയുള്ള, അവൻ എന്തും പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള അവന്റെ ഔലിയാക്കളെ പറ്റി അള്ളാഹു പഠിപ്പിച്ചെന്നെന്താ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ആരാണ് ഔലിയാക്കന്മാർ? നമ്മുടെ നാട്ടിൽ കരുതുന്നത് പോലെ മുടി വെട്ടാതെ, താടി വെട്ടാതെ, കുളിക്കാതെ, വസ്ത്രം മാറ്റാതെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹ് പഠിപ്പിച്ചിരുന്ന എന്താ? അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അറിഞ്ഞുകൊള്ളുക, അവർക്ക് തീർച്ചയായും ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല, ഒരു വിഷയത്തിലും ദുഃഖിക്കേണ്ടി വരികയില്ല. ആരാണവർ? അള്ളാഹ് പഠിപ്പിച്ചതാണ് സൂറത്ത് യൂനുസ്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനും തഖ്വയുള്ളവരാണ്. ഈമാനും തഖ്വയും എത്രത്തോളം ഉണ്ടോ, എത്രത്തോളം അത് പെർഫെക്റ്റ് ആണോ, അത്രത്തോളം നമ്മൾ റബ്ബിലേക്ക് അടുത്തവരാണ്, നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ എത്ര സുന്നത്തുകൾ അധികരിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഈമാൻ ശരിയായ ഈമാനായിരിക്കും. നമ്മുടെ ഈമാൻ, ഒന്നാമത്തത് ഈമാൻ ശരിയായ ഈമാനായിരിക്കും. ചോദിക്കട്ടെ, എപ്പോഴാണ് ഒരു ഈമാൻ ശരിയായ ഈമാനാവുക? അതിനെന്ത് മാനദണ്ഡമാണുള്ളത്? ഈമാനുള്ളവരാണെന്ന് വാദിക്കുന്ന, അവകാശപ്പെടുന്ന ആളുകൾ ധാരാളം ഉണ്ട്. ഒരുപാട് ആളുകളില്ലേ നമുക്ക് ചുറ്റും? വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത ആദർശങ്ങൾ, വ്യത്യസ്ത ഗ്രൂപ്പുകൾ. ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് ഈമാനുള്ളവരാണ്, ഞങ്ങൾക്ക് മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരുടെ ഈമാനും വ്യത്യസ്തമാണ്. ഒന്ന് കിഴക്കാണെങ്കിൽ മറ്റൊന്ന് പടിഞ്ഞാറാണ്. ഇതിലേത് ഈമാനാണ് ശരി? എല്ലാം ശരിയാണോ? ഒന്നും ശരിയല്ലേ? ഇതിലാരുടെ ശരി? എന്ത് മാനദണ്ഡം? എന്താ നമുക്കുള്ള മാനദണ്ഡം? ഞാനുള്ളത് ശരി, ഞാനുള്ളത് ശരി, എൻ്റെ ഉസ്താദ് അല്ലെങ്കിൽ എൻ്റെ പള്ളി, ഞങ്ങളുടെ ആൾക്കാർ, അതാണ് ശരി. അങ്ങനെയാണോ? ദീനിൽ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഈമാൻ ശരിയാണ്, ശരിയല്ല, കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്, തിരുത്താനുണ്ട്, മെച്ചപ്പെടുത്താനുണ്ട് എന്ന് നമുക്ക് കൃത്യമായി തൂക്കി നോക്കാൻ ഒരു മീസാൻ, നമുക്ക് സാധനങ്ങൾ 1 കിലോ ഉണ്ടോ, കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ നോക്കാൻ 1 കിലോന്റെ കട്ട, തൂക്ക് കട്ട, അത് മീസാന്റെ ഒരു സൈഡിൽ വെച്ചാൽ നമുക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? നമുക്ക് സാധനങ്ങൾ വെച്ച് ആ സാധനം 1 കിലോ ആയിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ പറ്റും, കൂടാതെ കുറയാതെ കൃത്യം. അതേപോലെ നമ്മുടെ ഈമാൻ അത് ശരിയായിട്ടുണ്ടോ, കൂട്ടാനുണ്ടോ, കുറയ്ക്കാനുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു മീസാൻ, തൂക്കുകട്ടയുണ്ടോ? ഉണ്ടോ? എന്താണത്? സ്വഹാബത്തിന്റെ വിശ്വാസം, സ്വഹാബത്തിന്റെ ഈമാൻ. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു സ്വഹാബത്തിനോട് പറയണം, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ, അന്ന് വിശ്വസിക്കാത്ത മുശ്രിക്കുകൾ, അഹ്ലു കിതാബുകൾ, മറ്റുള്ള ഇതെല്ലാ കാലഘട്ടത്തിലെ ആളുകൾക്കും ബാധകം. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാണ്, അള്ളാഹു തരുന്ന ഉറപ്പാണ്, അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാണ്. സ്വഹാബത്തെ നിങ്ങളുടെ ഈമാൻ പോലെ അവർക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവർ ഹിദായത്തിലാണ്, അവർ സിറാത്തുൽ മുസ്തഖീമിലാണ്. അപ്പൊ നമ്മുടെ ഈമാൻ, നമുക്ക് എന്തെങ്കിലും ഒരു ഈമാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടായില്ല.
നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ അറിയാം, അള്ളാഹിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ടായില്ല. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിയായ ഈമാനുള്ളവരാ. അപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടൂല. ഒരു ബേസ്മെന്റ് ഇല്ലാതെ, അടിത്തറയില്ലാതെ കുറേ നിലകൾ പടുത്തുയർത്തുന്നത് പോലെയാണ് ഈമാൻ ശരിയാക്കാതെ അമലുകൾ ചെയ്യുന്നത്. റബ്ബിന്റെ അടുക്കൽ അത് ഉപകരിക്കൂല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഈമാൻ ശരിയാണോ. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട വിഷയം. എൻ്റെ ഈമാൻ സ്വഹാബത്ത് അവരുടെ വിശ്വാസം പോലെ തന്നെയാണോ, അവരുടെ ഈമാൻ പോലെ തന്നെയാണോ, നമ്മൾ പഠിക്കണം, പരിശോധിക്കണം. എന്നിട്ട് നമ്മുടെ അങ്ങനെ ആണെങ്കിൽ രണ്ടാമത് ശ്രദ്ധിക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? വകാനൂ യത്തഖൂൻ, തഖ്വ പാലിക്കാം. എന്താണ് തഖ്വ? എങ്ങനെ തഖ്വ പാലിക്കാം? തഖ്വയുടെ ഏറ്റവും മിനിമം ലെവലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വാജിബുകൾ പൂർത്തീകരിക്കുക, ഹറാമുകൾ വിട്ടു നിൽക്കുക. ഇത് രണ്ടും ചെയ്യാത്തവൻ തഖ്വയുള്ളവനാകാൻ സാധിക്കില്ല, മുത്തഖിയാവൂല. തഖ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം അളവാണെന്ത്? വാജിബുകൾ പൂർത്തീകരിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇത് രണ്ടെങ്കിലും ഉണ്ടായാലേ ഒരുത്തൻ മുത്തഖിയാവുള്ളൂ, തഖ്വയുള്ളവനാവുള്ളൂ. ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ഒരുത്തൻ തഖ്വയുള്ളവനാവുള്ളൂ. അപ്പം ഒരുത്തന്റെ ജീവിതത്തിൽ ഹറാമുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, അവൻ വാജിബുകൾ പൂർത്തീകരിക്കുന്നേ ഇല്ല, അവൻ തഖ്വയുള്ളവനാവുമോ? ഇല്ല. അറിയാതെ പറ്റിപ്പോകുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, അത് എല്ലാവർക്കും സംഭവിക്കും. മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുകൾ പറ്റും, ചില വാജിബുകൾ നഷ്ടപ്പെട്ടു, ചില ഹറാമുകൾ വീണു പോകും. അപ്പം എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. തെറ്റ് പറ്റിപ്പോഴുമ്പോഴൊക്കെ തൗബ ചെയ്യണം. എപ്പോഴൊക്കെ തെറ്റ് പറ്റുന്നു അപ്പോഴൊക്കെ തൗബ ചെയ്യും. തെറ്റ് പറ്റുമ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യുന്നവനാണെങ്കിൽ നമ്മൾ മുത്തഖിയാണ്. 100 പേരെ കൊന്നവനാണെങ്കിലും അവൻ മുത്തഖിയാണ്, അവൻ മുത്തഖിയാണ്. തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യണം. ഏത് തൗബ? വെറുതെ നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, ദീൻ പഠിപ്പിച്ചെന്ന രൂപത്തിലുള്ള തൗബയാണെങ്കിൽ അവൻ മുത്തഖിയാണ്. എങ്ങനെയാണ് ദീൻ പഠിപ്പിച്ചെന്ന തൗബ? ആരാ പറയാ? ആരാ വിശദീകരിക്കുക? അവിടെ ഇബ്നു നൂറുദ്ദീൻ അവിടെ അറിയോ? ഒന്നാമത്തത് ആ തെറ്റ് അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഒന്നാമത്തത് ആ തെറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്, നിർത്തിവെക്കുക. തെറ്റിൽ തുടർന്നു കൊണ്ടേയിരിക്കുക. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താവൂല? അത് തൗബയാവൂല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയതിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം വരണം, സങ്കടം വരണം. അതല്ലാതെ അത്ര നല്ല കാലഘട്ടമായിരുന്നു, ആ കാലഘട്ടം ഇനിയും വന്നിരുന്നെങ്കിൽ അല്ലേ, ഗതകാല സ്മരണകൾ അയവിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറയാറുണ്ട്, നൊസ്റ്റാൾജിയ. അങ്ങനെ നൊസ്റ്റാൾജിയ ഫീൽ അടിക്കുകയാണെങ്കിൽ അവന്റെ തൗബയായിട്ടില്ല. അതെന്തായിട്ടില്ല? തൗബയായിട്ടില്ല. മൂന്നാമത്തത്, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഇനി ഞാൻ ചെയ്യൂല. ഇത്ര കാലം അങ്ങനെ ആയിരുന്നു, ശരിയാണ്, അത്രയും വലിയ തെമ്മാടിത്തരങ്ങൾ ചെയ്തു, തോന്നിയാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി മുതൽ ഞാനത് ചെയ്യൂല എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി തീരുമാനിക്കുക. ഇത് മൂന്നും ഒത്തു വന്നു കഴിഞ്ഞാൽ, ഇത് മൂന്നും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ തെറ്റാണെങ്കിലും റബ്ബ് അത് പുറത്തു തരും, ഒരു സംശയം വേണ്ട. അങ്ങനെ തന്നെ ഏത് തെറ്റാണെങ്കിലും, ഒരു തെറ്റിന് നമുക്കൊന്നും ബാക്കി നിർത്താൻ കഴിയില്ല. എത്ര വലിയ തെറ്റാണെങ്കിലും, എത്ര ആവർത്തിച്ച് ചെയ്ത തെറ്റാണെങ്കിലും, എത്ര കാലപ്പഴക്കമുള്ള തെറ്റാണെങ്കിലും, ഈ 3 നിബന്ധനകൾ ഒത്തു വന്നതോടുകൂടെ ആ തെറ്റ് റബ്ബ് പുറത്ത് തന്നിരിക്കും. 100-ൽ 200% ഉറപ്പാണ്, ഒരു സംശയം വേണ്ടതില്ല. അപ്പൊ തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുകയാണെങ്കിൽ അവൻ മുത്തഖിയാണ്. തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുകയാണെങ്കിൽ അവൻ മുത്തഖിയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഹറാമുകൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ വീട്ടിനകത്ത് ചെയ്യുന്നുണ്ട്, കച്ചവടത്തിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്, ജോലി സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, അങ്ങാടികളിൽ ചെയ്യുന്നുണ്ട്,
പക്ഷെ നമുക്കത് അറിയില്ല, അത് ഹറാമാണ്. നമുക്കറിയില്ല അത് ഹറാമാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മളിൽ മിക്ക ആളുകളും, ഒരു 90% എന്ന് പറയാം, നമ്മുടെ ജീവിതത്തിൽ ദിവസേന ഡെയിലി എന്നോണം ഹറാമുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല വാജിബുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവനൊരിക്കലും തഖ്വയുള്ളവനാകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അറിയാത്തതുകൊണ്ട്. അവൻ പഠിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇപ്പോഴുള്ള ഈ ലൈഫ് സ്റ്റൈലിൽ ഒരു ദിവസം എന്തൊക്കെ ഹറാമുകൾ വരുന്നുണ്ടെന്ന് അവൻ അന്വേഷിക്കുന്നില്ല. അവൻ ഇങ്ങനെ ഓരോ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ശരിയായിരിക്കും, ഞാൻ എൻ്റെ ഭാര്യയോട് ഇപ്പൊ പെരുമാറുന്ന പെരുമാറ്റം നല്ല പെരുമാറ്റം ആയിരിക്കും, ഞാൻ എൻ്റെ കച്ചവടത്തിൽ ഇടപെടുന്ന ഇടപെടലുകൾ, രീതികൾ, കച്ചവടത്തിൽ ഓരോ ലാഭമുണ്ടാക്കാൻ നടത്തുന്ന ഓരോ വഴികൾ ഹലാലായിരിക്കും. ഇങ്ങനെ ഓരോന്നും ആയിരിക്കും അങ്ങനെ പോവാൻ. ചോദിച്ചിട്ടേ ചെയ്യാവൂ, ഉറപ്പുവരുത്തിയിട്ടേ വിശ്വസിക്കാവൂ, സത്യമാണ് ഹക്കാണെന്ന് അറിഞ്ഞിട്ടേ പറയാവൂ. അങ്ങനെ നമ്മൾ ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചോദിച്ച് പഠിച്ച് മാറ്റം വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും പറ്റുന്ന തെറ്റ് എല്ലാവർക്കും പറ്റും, അതല്ലാതെ നിത്യവും പറ്റുന്ന തെറ്റുകൾ ഡെയിലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ജനിച്ച് 10, 40, 50 വയസ്സായി. ഈ 50 വർഷം എത്ര ദിവസങ്ങളുണ്ടാവും? അത്രയും ദിവസം നിങ്ങൾ ദിവസവും ഒരു തെറ്റ് വെച്ച് ചെയ്താൽ എത്ര തെറ്റായി? ഒരെണ്ണം മാത്രം. നിങ്ങൾക്കത് അറിയില്ല, നിങ്ങൾ ദിവസവും ചെയ്യുന്നുണ്ടത്. ആ ഹറാം വലിയ ഹറാമാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത് ഹറാമാണ്. നിങ്ങൾക്ക് അറിയില്ല, അറിയാൻ നിങ്ങൾ ചെയ്യൂല. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാൻ തയ്യാറാകുന്നില്ല, പഠിക്കാൻ തയ്യാറാകുന്നില്ല, അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോ നമ്മുടെ ഈമാൻ ശരിയായ ഈമാൻ ആക്കണമെങ്കിലും, നമ്മുടെ തഖ്വ ശരിയായ തഖ്വയാക്കണമെങ്കിലും നമ്മൾക്ക് എന്തു വേണം? ഇൽമ് വേണം. ഈ ഇൽമാണ് നമ്മൾ നിർബന്ധമായും ഫർള് ഐനായി പഠിച്ചിരിക്കേണ്ട ഇൽമ്. ഈ ഇൽമാണ് നമ്മുടെ ഈമാനും തഖ്വയും ശരിയാക്കാനുള്ള ഇൽമ്. ഇത് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നതിന്റെ വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ട്, ഈ ഒരു അളവ് എത്തുന്നത് വരേക്കും പഠിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഇത് പഠിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്ക് ചെന്നിട്ട് ന്യായം പറയാൻ പറ്റൂല. റബ്ബെ എനിക്കിത് ഹറാമാണെന്ന് അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെയ്തതാണ് എന്ന് ന്യായം പറയാൻ പറ്റൂല. പഠിക്കണം. പഠിച്ചിട്ട് പറഞ്ഞാൽ മതി, പഠിച്ചിട്ട് വിശ്വസിച്ചാൽ മതി, പഠിച്ചിട്ട് പ്രവർത്തിച്ചാൽ മതി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ആമുഖം ആയിട്ട് ഈ വിഷയം സൂചിപ്പിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സുന്നത്തുകൾക്ക് സ്ഥാനമുള്ളൂ. ഇതെല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പരമാവധി. വീഴ്ചകൾ വരുമ്പോഴൊക്കെ തൗബ ചെയ്യുക, റബ്ബിനോട് എന്ത് ചെയ്യുക, ദുആ ചെയ്ത് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനോടൊപ്പം ഒരു അലങ്കാരം, ഡെക്കറേഷൻ എന്ന് പറയുന്നത്, നല്ലൊരു വീട് കെട്ടിക്കഴിഞ്ഞ് പെയിന്റൊക്കെ അടിച്ച ടൈല കൊട്ടിക്കുന്ന പോലെ നമ്മുടെ വീട് നമ്മൾ പണിത് ഉയർത്തുന്നത് ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്, ഈമാനും തഖ്വയും കൊണ്ടാണ്. അത് ശരിയായ രൂപത്തിലുള്ള ഈമാനും തഖ്വയാണെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? അലങ്കരിക്കുന്നതിൽ കാര്യമുള്ളൂ. അതല്ലാതെ നമ്മളൊരു ചീട്ട് കൊട്ടാരം കെട്ടിയിട്ട് അതിന് പിന്നെ നമ്മൾ പെയിന്റ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വിഷയം, നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 2 കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ഏത് സുന്നത്തും നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ ഒരാൾക്ക് ബാക്കി ഒരു സുന്നത്തും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ഈ 2 കാര്യങ്ങൾ അവന്റെ ഓക്കെ ആണെങ്കിൽ അവനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവന്റെ പരലോകം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവന്റെ പരലോകത്തിൽ ഒരു ഷർറും അവൻ എന്ത് ചെയ്യേണ്ടി വരില്ല, നേരിടേണ്ടി വരില്ല. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ കുറെ സുന്നത്തുകൾ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് അവനൊരു ഖൈറും നേടാൻ പോകുന്നില്ല. ഇത് ശ്രദ്ധിക്കുക ഫസ്റ്റ്, ഈ 2 കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ ഈ സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ, അല്ലെ, നൂറുൻ അലാ നൂർ എന്ന് പറയുന്ന പോലെ പ്രകാശത്തിന് മേൽ പ്രകാശം, അവന്റെ ദറജകൾ ആഖിറത്തിൽ എന്ത് ചെയ്യും? കൂടുതൽ വർദ്ധിച്ചു കിട്ടും. അവന്റെ തിന്മകൾ എന്ത് ചെയ്യും? കൂടുതൽ പൊറുപ്പിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ
പലപ്പോഴും വിട്ടുപോകുന്ന ചില സുന്നത്ത്. ആ സുന്നത്തുകളെ സംബന്ധിച്ചൊന്ന് വേഗത്തിൽ പ്രധാനപ്പെട്ടത് മാത്രം വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ നീയത്തിന്റെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നീയത്തിന്റെ വിഷയം. നീയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ദിവസവും ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു യാന്ത്രികമായി ഓട്ടോമാറ്റിക് മോഡിലായിരിക്കും പലപ്പോഴും ഉണ്ടാവും. പക്ഷെ നിസ്കരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൈകെട്ടി ഇമാം സലാം വീട്ടുമ്പോഴായിരിക്കും ഞാൻ നിസ്കാരത്തിലായിരുന്നു അല്ലേ എന്ന് നമ്മൾക്ക് ബോധം വരുന്നത് അപ്പോഴായിരിക്കും. നിസ്കാരത്തിൽ ഞാൻ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, റബ്ബിനോട് ഞാൻ എന്താണ് ഏറ്റു പറയുന്നത്, ഞാൻ അവനോട് എന്താണ് ചോദിക്കുന്നത് എന്നതിനെ പറ്റി ഒരു ചിന്തയോ ബോധമോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. നമ്മൾ റബ്ബിന് വേണ്ടി തന്നെ നിസ്കരിക്കുന്ന ആളുകളെ കാണിക്കാനൊന്നുമല്ല. പക്ഷേ റബ്ബിന് വേണ്ടി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ഒരാൾ അവന്റെ നിസ്കാരത്തിൽ അവൻ എത്രത്തോളം ഹൃദയ സാന്നിധ്യമുണ്ടോ അത്ര പ്രതിഫലം, അത്രേ അവന്റെ നിസ്കാരമായി കണക്കാക്കും. അത്രേ എന്തേ ഉള്ളൂ, അവന്റെ നിസ്കാരമായിട്ട് കണക്കാക്കും. അത്രയേ ഉള്ളൂ. ആ ഒരു ഭാഗത്തിന്റെ പ്രതിഫലം മാത്രമേ അവന് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു 4 റക്അത്ത് നിസ്കാരത്തിൽ ഒരാൾ ഒരു സുജൂദിൽ മാത്രമാണ് ഞാൻ റബ്ബിന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടെ സുബ്ഹാന റബ്ബിയൽ അഅല, റബ്ബിനെ പറ്റി പറയുന്ന, റബ്ബിനെ പുകഴ്ത്തി പറയുകയാണ് എന്ന ചിന്തയോടുകൂടെ ആ ഒരൊറ്റ സുജൂദിലെ അവൻ നിസ്കാരത്തിൽ കടന്നു പോയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു സുജൂദിന്റെ പ്രതിഫലമേ അവനെ നിസ്കാരം കൊണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ആളുകൾ നിസ്കരിക്കും, ചിലർക്ക് ആ നിസ്കാരത്തിന്റെ പകുതിയേ കിട്ടുള്ളൂ, ചിലർക്ക് ആ നിസ്കാരത്തിന്റെ പകുതിയേ കിട്ടുള്ളൂ, വേറെ ചിലർക്ക് ആ നിസ്കാരത്തിന്റെ കാൽഭാഗേ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കുറേ അളവുകൾ പറയാം. ഓരോരുത്തരും എത്രത്തോളം നിസ്കാരത്തിൽ ശരിക്ക് തടി കൊണ്ടല്ല മനസ്സുകൊണ്ട്, മനസാന്നിധ്യം കൊണ്ടുണ്ടോ അത്ര പ്രതിഫലമേ ഒരാൾക്ക് അവന്റെ നിസ്കാരം കൊണ്ട് ലഭിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. വളരെ ശ്രദ്ധിക്കുക. എല്ലാ ഇബാദത്തുകളും ശ്രദ്ധിക്കേണ്ട വിഷയം, എല്ലാ ഇബാദത്തുകളിലും ശ്രദ്ധിക്കേണ്ട വിഷയം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മനസ്സിലുള്ള ആ ഹൃദയ സാന്നിധ്യം അത് നഷ്ടപ്പെടുന്ന രൂപത്തിലാകരുത്. അതായത് നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ അറബി പഠിക്കാത്ത ആളുകൾ, അറബി അറിയാത്ത ആളുകൾ, അവർക്കൊന്നും ഈ ഒരു ഹൃദയ സാന്നിധ്യം നിലനിർത്താൻ വലിയ പാടാണ്. അറബി അറിയാത്ത ആളുകൾ, അവർക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പോലും ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റു പറയുകയാണെന്നോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു പ്രാർത്ഥന റബ്ബിനോട് ചോദിക്കുകയാണെന്നോ ഒന്നും മനസ്സിൽ കടന്നു വരാൻ വലിയ പ്രയാസമാണ്, കടന്നു വരൂല. അറബി പഠിക്കുക എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്, അറബി ഭാഷ പഠിക്കുക എന്നുള്ളത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ അത്രയധികം ആവശ്യക്കാരാണ് എന്ന് മനസ്സിലായി ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അവനൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, കച്ചവടമോ വീട്ടിലെ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത്രയധികം ഗൗരവമുള്ള വിഷയമാണ് ചോദിക്കുന്നത്, അത്രയധികം പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ ഇബാദത്തുകളിൽ ഓരോന്നിലും ഈ ഒരു ഹൃദയ സാന്നിധ്യം, കൽബിന്റെ ഖുശൂ കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് വളരെ കൂടുതൽ ആളുകളിൽ ഞാനിതെന്ന ഒന്നാമത് എണ്ണി പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഈ സുന്നത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ. ഇസ്ലാം ഒരു കയറാണെങ്കിൽ ആ കയറിന്റെ പിരികൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യും? അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ആദ്യം അഴിഞ്ഞു പോവുക ഖുശൂആണ്. ഒന്നാമത് ദീനിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു പോവുക എന്താ? ഖുശൂആണ്. ബാക്കിയൊക്കെ പിന്നെയാണ്, ബാക്കിയെല്ലാം പിന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഖുശൂ ഇല്ലാതെ നിസ്കരിച്ചാലും നിസ്കരിക്കാതിരുന്നാലുള്ള കുറ്റം കിട്ടുമൊന്നുമില്ല, ശിക്ഷ കിട്ടുമൊന്നുമില്ല, അത് വേറെ വിഷയം.
പക്ഷെ നിസ്കാരം കൊണ്ട് കിട്ടുന്ന വലിയ മഹത്തായ പ്രതിഫലങ്ങളും ദറജകളും അത് ഖുശൂ കണ്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജയായ ഫിർദൗസ്, ആ ഫിർദൗസ് കിട്ടുന്ന ആളുകളുടെ ക്വാളിറ്റികൾ എണ്ണി പറയുമ്പോൾ അള്ളാഹു ആദ്യം പറയുന്ന എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈമാൻ കഴിഞ്ഞിട്ട് ആദ്യം പറയുന്ന കാര്യം നിസ്കാരത്തിൽ ഖുശൂആണ്. നമുക്ക് വലിയ ദറജകൾ ആഗ്രഹമുണ്ടെങ്കിൽ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പരിശോധിക്കുക. നമ്മുടെ ഈമാനും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിലേക്കാണ്. നിസ്കാരത്തിൽ ഖുശൂ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു നിസ്സാര വിഷയമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാൾ 2 റക്അത്ത്, വെറും 2 റക്അത്ത് പൂർണ്ണമായ ഖുശൂവോടുകൂടി ആദ്യം നിസ്കാരത്തിൽ കൈ കിട്ടും അല്ലാഹു അക്ബർ പറയുന്ന മുതൽ സലാം വീട്ടുന്നത് വരേക്കും പൂർണ്ണമായ അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തകളും കടന്നു വരുന്നില്ല. അങ്ങനെ നിസ്കരിച്ചാൽ ഈ 2 റക്അത്ത് കൊണ്ട് അവന്റെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കപ്പെടും. 2 റക്അത്ത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നെങ്കിലും എന്ത് ചെയ്യും? ഒരു ചിന്തയും വരാതെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. മറ്റൊരു നിസ്കാരത്തിൽ ഞാൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ ഉരുവിടുന്ന ദിക്റുകൾ, ഞാൻ ഓതുന്ന ആയത്തുകൾ, അതിനെ പറ്റിയിട്ടല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു 2 റക്അത്ത് ഞാൻ ഇന്ന് നിസ്കരിക്കും. നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചെടുക്കണം. എളുപ്പമുള്ള കാര്യമല്ല, കുറച്ചൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം ശൈത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യം. ശൈത്താൻ എന്ത് ചെയ്യും? മറ്റു ചിന്തകൾ മനസ്സിലിട്ട് തന്നുകൊണ്ടേയിരിക്കും. ഹദീസുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ശൈത്താന്മാർ ഈ നിസ്കരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് വന്നിട്ട് ഉദുക്കുർ കഥ, നീ അത് ചിന്തിക്ക്, ഇതിനെപ്പറ്റി ആലോചിക്ക്, കച്ചവടത്തെ പറ്റി ചിന്തിക്ക്, വീട്ടുകാരെ പറ്റി ചിന്തിക്ക്, ഇങ്ങനെ പലതിനെ പറ്റിയും ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ട് തരുന്നത് ശൈത്താൻ. നമ്മുടെ മനസ്സിലിട്ട് തരുന്നത് ശൈത്താൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത്തരം ചിന്തകൾ കടന്നു വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒഴിവാക്കുക. ശൈത്താൻ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ. എന്നിട്ട് നമ്മൾ എന്താണോ നിസ്കാരത്തിൽ പറയുന്നത് ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായും കോൺസെൻട്രേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ സുന്നത്ത് എന്നുള്ളത് അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആകാശലോകങ്ങളിലെ മലക്കുകൾ, അൽ മലഉൽ അഅല എന്നാണ് ഹദീസിലുള്ളത്. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة
على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله പറഞ്ഞു നിർത്തിയത് ആ വിഷയത്തിലേക്ക് വരാം. സാന്ദർഭിക സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ബാങ്ക് കൊടുത്തു, ഒരു ദിവസം 5 നേരം ബാങ്ക് കൊടുക്കാറുണ്ട്. ഓരോ ബാങ്കുമായി ബന്ധപ്പെട്ട് 5 സുന്നത്തുകളുണ്ട്. ഓരോ ബാങ്കുമായി ബന്ധപ്പെട്ട് വെച്ചാൽ വളരെയധികം ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങളല്ല, വളരെയധികം പ്രാധാന്യമുള്ള 5 സുന്നത്തുകളുണ്ട് ഓരോ ബാങ്കുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ പറയുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വിചാരിക്കേണ്ട നിസ്സാര വിഷയമാണെന്ന് വിചാരിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ഓരോന്നും ഹയ്യാൽ സ്വലയും ഹയ്യാൽ ഫലയും മാറ്റമുണ്ട്. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം വരെ പറയുന്നത് മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ തട്ടിയാണെങ്കിൽ, അതിനെപ്പറ്റി ആലോചിച്ച് അതിന്റെ അർത്ഥം മനസ്സിൽ വന്നുകൊണ്ട് തന്നെയാണ് അവൻ പറയുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. നിസ്സാര സിമ്പിളായിട്ടുള്ള സില്ലിയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ത്, ബാങ്കിന്റെ ഒപ്പം അത് മുഅദ്ദിൻ പറയുന്ന വാക്കുകൾ അതേപോലെ തന്നെ പറയുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. ആണ് ഒന്നാമത്തെ സുന്നത്ത്. രണ്ടാമത്തത്, ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നാട്ടിൽ എങ്ങനെയാണ് സാധാരണ കേൾക്കാറ്? അല്ലാഹു അക്ബർ, ബാങ്കിന് മുമ്പാണ് സ്വലാത്ത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബാങ്കിന് ശേഷം. അങ്ങനെ ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പ്രതിഫലം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, അവന് ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്ത് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലാം. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്ത്, മൂന്നാമത്തെ സുന്നത്ത്, ബാങ്കിൽ നമ്മൾ 2 ഷഹാദത്തുകളുടെ സ്ഥലം എത്തുമ്പോൾ അഷ്ഹദു അന്ന, അതായത് അവസാനത്തെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ടാമത്തെ വട്ടം പറയുമ്പോൾ എന്ത് പറയണം? റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല എന്ന് പറഞ്ഞാലുള്ള പ്രതിഫലം എന്താ? അവന്റെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കപ്പെടും. ഇതേപോലെ തന്നെ മറ്റൊരു നാലാമത്തെ സുന്നത്ത് എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദത. അഞ്ചാമത്തെ സുന്നത്ത് എന്താ? ബാങ്കിന് ശേഷം ദുആ ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആ എന്ത് ചെയ്യില്ല? തള്ളപ്പെടുകയില്ല.
റബ്ബ് സുബ്ഹാനഹു വ തആല അത് തള്ളിക്കളയുകയില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്ര സുന്നത്തായി? 5 × 5 25. ഇത്രയും സുന്നത്തുകൾ, അതും നിസ്സാരമായ സുന്നത്തുകളല്ല, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സുന്നത്തുകളാണ്. സാന്ദർഭിക സൂചിപ്പിച്ചാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മലഉൽ അഅല എന്ന് വെച്ചാൽ റബ്ബിന്റെ അടുക്കൽ ഉന്നതരായിട്ടുള്ള മലക്കുകൾ, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മലക്കുകൾ, അവരെന്ത് ചെയ്യാണ്? വളരെയധികം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. അതെന്തൊക്കെയാ? ഒന്നാമത്തെ ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹ്. മകാരിഹ് പ്രയാസമുള്ള സന്ദർഭത്തിലും വുദു പൂർണ്ണമായി തന്നെ ചെയ്യുക. ചിലപ്പോൾ തണുപ്പ് കാലഘട്ടമൊക്കെ വന്നാൽ സുബഹിക്ക് എഴുന്നേക്കും, പ്രത്യേകിച്ചും നമ്മൾ വുദു എടുത്ത് പൂർത്തിയാക്കുക എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും? 3 തവണ കഴുകേണ്ട അവിടേക്ക് 1 തവണ മാത്രം കഴുകി എന്ത് ചെയ്യും? തൽക്കാലം അവസാനിപ്പിക്കും. കാരണം വാജിബ് പൂർത്തിയായി. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ 3 തവണ തന്നെ, എന്നുവെച്ചാൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയം, വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമാണ്. അതിൽ തന്നെ അതിന്റെ കൂടെ രണ്ടാമത് എണ്ണുന്നത് കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് നടക്കുന്ന കാൽവെയ്പ്പുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. പള്ളിയിലേക്ക് നടക്കുന്ന കാൽവെയ്പ്പുകൾ അധികരിപ്പിക്കുക. അങ്ങനെ കാൽവെയ്പ്പുകൾ അധികരിപ്പിക്കുക എങ്ങനെ? അടുത്തടുത്ത് കാല് വെച്ചിട്ടാണോ? എങ്ങനെ അധികരിപ്പിക്കേണ്ടത്? വണ്ടി ഉപയോഗിക്കാതിരിക്കുക പരമാവധി. കയ്യിലുള്ള വാഹനം പരമാവധി അത്യാവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം, അത്രയും പ്രയാസമുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം, ഹാജത്തുകളൊക്കെ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ പരമാവധി എന്ത് ചെയ്യുക? നടന്ന് തന്നെ പള്ളിയിലേക്ക് പോവാം. 5 നേരം വരുമ്പോഴും പോകുമ്പോഴും നടന്ന് തന്നെ വരികയും പോവുകയും ചെയ്യാം. അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയം, വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയം. പ്രത്യേകിച്ച് ജുമാ നിസ്കാരത്തിൽ, പ്രത്യേകിച്ചും ജുമാ നിസ്കാരത്തിൽ. ഇത് കഴിഞ്ഞിട്ട് പറയാം ജുമായുടെ പ്രത്യേകത. മൂന്നാമത്തെ കാര്യം ഈ ഹദീസിൽ പറയുന്നത് വൻതിവാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യുക? കാത്തിരിക്കുക. അത് 5 വഖത്തും നമുക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം നമുക്ക് മറ്റൊരുപാട് തിരക്കുകളുണ്ട്, ജോലികളുണ്ട്. അതൊന്നും കുറ്റം കിട്ടുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് സാധിക്കുന്ന ഏതെങ്കിലും 2 വഖത്തുകൾ, അതിൽ ഏറ്റവും എളുപ്പമുള്ള 2 വഖത്തുകളാണ് ഏത്? മഗ്രിബ് ഇശാവും. കാരണം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മഗ്രിബ് ആവുമ്പോഴേക്കും. മഗ്രിബിന് പള്ളിയിൽ വന്നാൽ ഇശ ആകാൻ വലിയ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ മഗ്രിബിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ നിയ്യത്താക്കുക, ഞാൻ ഇശ നിസ്കാരം കൂടി കഴിഞ്ഞിട്ടേ പള്ളിയിൽ നിന്ന് തിരിച്ചു പോവുള്ളൂ. മഗ്രിബ് മുതൽ ഇശ വരെ എന്ത് ചെയ്യുക? ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ മറ്റ് ദിക്റുകൾ ചൊല്ലുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയോ പഠിക്കുകയോ, അങ്ങനെ പള്ളിയിൽ തന്നെ എന്ത് ചെയ്യുക? ഇത്തരം ഇബാദത്തുകളുമായി കഴിച്ചുകൂട്ടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്, ഇത് റിബാത്താണ്. റിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേർക്കുനേർ അർത്ഥം എന്താ? ശത്രു സൈന്യത്തിന്റെ, അതായത് മുസ്ലിം നാടിന്റെ അതിർത്തിയിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പേടിക്കുന്ന സന്ദർഭങ്ങളിൽ കാവൽ നിൽക്കും പടയാളികൾ. അങ്ങനെ കാവൽ നിൽക്കുന്നതിനെ റിബാത്ത് എന്ന് പറയാം. ഈ റിബാത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ അതിർത്തി കാവൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിം മരണപ്പെടുകയാണെങ്കിൽ അവന്റെ പ്രവർത്തനം നിലയ്ക്കൂല, സ്റ്റോപ്പ് ആവൂല. ഖിയാമത്ത് നാൾ വരേക്കും അവൻ ചെയ്യുന്ന അമലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവന്റെ അമലുകൾ ഖിയാമത്ത് നാൾ വരേക്കും തുടർന്നുകൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു മുസ്ലിം അവൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൻ അതേപോലത്തെ വലിയ പ്രതിഫലത്തിലേക്ക്, റിബാത്ത് ചെയ്യുന്ന ആളുടെ പ്രതിഫലത്തിലേക്ക് ഈ 3 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നതിലൂടെ എത്താൻ സാധിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പ്രതിഫലങ്ങൾ, അമലുകൾ, അതിന്റെ പ്രതിഫലങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കും നമുക്ക് സ്റ്റോപ്പ് ആവുന്നില്ല. സാധാരണ മരണപ്പെട്ടു കഴിഞ്ഞാൽ
അവന്റെ അമലുകൾ അവസാനിച്ചു, സ്റ്റോപ്പായി. പക്ഷെ ഇവരുടെ എന്ത് ചെയ്യില്ല, അമലുകൾ സ്റ്റോപ്പ് ആവൂല, ഖിയാമത്ത് നാൾ വരേക്കും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അത്രയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ 3 സുന്നത്തുകൾ. പ്രയാസഘട്ടങ്ങളിലും വുദു പൂർത്തിയാക്കുക ഒന്നാമത്തേത്. രണ്ടാമത്തേത് പള്ളിയിലേക്കുള്ള കാൽവെപ്പുകൾ അധികരിപ്പിക്കുക. മൂന്നാമത്തേത് ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു സുന്നത്താണെന്ത്? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നമുക്കറിയാം എല്ലാ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറ്റ് ദിവസങ്ങളെക്കാൾ ഒരുമിച്ച് ചേരാനും ജുമാ നടത്താനും ഖുതുബ കേൾക്കാനും ഒക്കെ വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുത്തത് ഏറ്റവും മികച്ച ദിവസം അതായതുകൊണ്ടാണ്. ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒറ്റ ഹദീസ് നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. കുറേ കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പക്ഷെ ഈ നമ്മൾ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ അബൂ സുറഅ അൽ ഇറാഖി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട അത്രയും വലിയ ശ്രേഷ്ഠത മറ്റേതെങ്കിലും സുന്നത്തായ പ്രവർത്തനങ്ങൾക്കുള്ളതായി എനിക്ക് അറിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. നമ്മൾ പറയുന്ന പോലെയല്ല, അത്രയും വലിയ മുഹദ്ദിസായ ഒരു പണ്ഡിതനാണ്. നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല അത്രയേ ഉള്ളൂ എന്ന് കണക്കാക്കാം. അദ്ദേഹം അത്രയും വലിയൊരു മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അൽഫിയത്തുൽ ഇറാഖി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഹദീസിന്റെ ഉസൂൽ ഹദീസിൽ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ധാരാളമുള്ള ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ പറയാണ്, സുന്നത്തായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇത്രയധികം വലിയ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടുള്ള മറ്റൊരു പ്രവർത്തനം എനിക്ക് അറിയുകയില്ല അദ്ദേഹം പറയാം. ഏതാണ്? അദ്ദേഹം പറയാണ് ആ ഹദീസ്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഗസ്സല വഗ്തസൽ വബക്കറ വബ്തകർ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാമി വസ്തമഅ വലം യൽഗ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനത്തിൻ അജ്റു സിയാമിഹ വഖിയാമിഹ. പ്രതിഫലം ആദ്യം പറയാം, കുറേ കണ്ടീഷൻ അവസാനം പറയാം. കുറേ കണ്ടീഷനുകളുണ്ട്. എന്താണ് പ്രതിഫലം? എന്താ? വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽ വെയ്പ്പിനും ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽ വെയ്പ്പിനും ഓരോ സ്റ്റെപ്പിനും 1 വർഷം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്ത കൂലി കിട്ടും. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ പോലും വേണ്ട 1000 സ്റ്റെപ്പ് ആവാൻ. 1000 സ്റ്റെപ്പ് വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് ജുമാ ഒരാൾ എന്ത് ചെയ്യാണ്? വരിക 1000 സ്റ്റെപ്പ് വെച്ചിട്ട്. അങ്ങനെ ഒരൊറ്റ ആഴ്ച കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 1000 വർഷം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്ത പ്രതിഫലം ഒരു വെള്ളിയാഴ്ച കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കും. എത്ര ഉണ്ടാവും പ്രതിഫലം? 1000 വർഷം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യാൻ എത്ര പ്രതിഫലം ഉണ്ടാവും? എത്ര ഉണ്ടാവും? വലിയ പ്രതിഫലം. 1 വർഷം മുഴുവൻ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിഫലം? 1000 വർഷം എന്ന് പറയുമ്പോൾ എത്ര ആവും? ഇത് സ്റ്റെപ്പിന്റെ എണ്ണം കൂടുമ്പോൾ ഇനിയും കൂടും. എത്ര കാൽവെപ്പുകൾ വെക്കുന്നോ അത്രയും എണ്ണം. പക്ഷെ കണ്ടീഷൻ എന്തൊക്കെയാ? ഒന്നാമത്തത് മൻ ഗസ്സല വഗ്തസൽ, കുളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് പുറപ്പെടണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജുമാക്ക് വേണ്ടി കുളിച്ച് വൃത്തിയായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അതേപോലെ രണ്ടാമത്തത് വബക്കറ വബ്തകർ, നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങണം. നമ്മൾ സാധാരണ ജുമാ 12:45. നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാ പള്ളികളും 12:30 മുമ്പായിട്ട് 2-3 ആൾ, 5-ൽ കൂടൂല. 12:30 കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ആദ്യത്തെ സഫ് രണ്ടാമത്തെ സഫൊക്കെ നിറയും. പക്ഷെ 12:30 മുമ്പ് 3-4 ആൾ, ഏറിപ്പോയാൽ 5 ആളുകൾ. രണ്ടാമത്തെ കണ്ടീഷൻ നേരത്തെ വരിക എന്നുള്ള. നേരത്തെ പറഞ്ഞാൽ എത്രത്തോളം നേരത്തെ ആക്കാൻ പറ്റും അത്രത്തോളം നേരത്തെ ആക്കുക. ആദ്യ സമയത്ത് നമുക്കൊരു ദുഹാന്റെ സമയം അല്ലേ, തൊലു 6:15, 6:30, 7 മണി 7 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുക? കുളിയും നാസ്തിയും ഭക്ഷണമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക?
ഒരു 8 മണിയാകുമ്പോഴേക്കും പള്ളിയിലെത്തുന്ന രൂപത്തിൽ നേരത്തെ ഇറങ്ങും. വളരെ നേരത്തെ തന്നെ ഇറങ്ങാം. വബക്കർ വബത്തക്കർ. പിന്നെയോ വമശ വലം യർക്കബ്, നടന്നു വരാം. വാഹനത്തിൽ കയറരുത്. വാഹനത്തിൽ കയറാതെ നടന്നു വരാം. ആരെങ്കിലും ലിഫ്റ്റ് തന്നാൽ കയറരുത്, നടന്നിട്ട് തന്നെ വരാം. ദൂരത്താണെങ്കിൽ നിവർത്തിയില്ല. കഴിയില്ല, പ്രയാസമാണ്. വന്നാൽ ഇൻഷാ അല്ലാഹ് പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ്. റബ്ബ് അത്രയും വിശാലമായ റഹ്മത്തുള്ളവനാണ്. നമ്മുടെ അവസ്ഥ റബ്ബിന് അറിയാലോ. അപ്പൊ അങ്ങനെ സാഹചര്യം കൊണ്ടാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ പരമാവധി നടക്കാൻ സാധിക്കുന്ന ആളുകൾ നടന്ന് തന്നെ എന്ത് ചെയ്യുക, വരിക. വമശ വലം യർക്കബ്. എന്നിട്ട് മറ്റൊരു പിന്നെ പറയുന്നത് വദനാ മിനൽ ഇമാമി, ഇമാമിന്റെ അടുത്ത് വന്നിരിക്കല്ലേ. ഓരോരുത്തർ പള്ളി വന്ന ഏറ്റവും മൂലെ, അവിടെ തൂണ് അവിടെ ഉണ്ട്, മതിലെവിടെ ഉണ്ട്, ചാരി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ചാരി ഇരിക്കും. എന്തോ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്ന പോലെ ഇമാമിന്റെ അടുത്ത് വന്നിരിക്കണം. ഇമാമിന്റെ അടുത്ത് വന്നിരിക്കണം. എന്നിട്ടോ കഴിഞ്ഞില്ല, ഫസ്തമഅ വലം യൽഗ, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുതുബയ്ക്കിടയിൽ ലഘു എന്ന് പറഞ്ഞാൽ പണ്ട് ഹദീസുകളിൽ ഉദാഹരണത്തിന് പറഞ്ഞത് ചരലിൽ കളിക്കാണ്. ഇന്ന് ചരലല്ല, ഇന്ന് അതിനേക്കാളും വലിയ ചരല് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? മൊബൈൽ ഫോണുകൾ. നോട്ടിഫിക്കേഷൻ നോക്കും, വാട്സപ്പിലാവും മെസ്സേജ് അയച്ച്, ഗൂഗിൾ പേയിൽ എത്ര അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഇവൻ മൊബൈലിൽ തന്നെയാണ്. ഖുതുബയ്ക്കിടയിൽ എന്തൊക്കെ മെസ്സേജ്. ഫോൺ സൈലന്റ് ആയിരിക്കും, പക്ഷെ ഇവന്റെ കൽബ് വൈലന്റ് ആയിരിക്കും. അവൻ തന്നെ ശ്രദ്ധ ഫുൾ അതിലാണ്. അവൻ അയച്ചോ, ഇവൻ മെസ്സേജ് അയച്ചോ, അവനത് കണ്ടോ, ഇവനത് അയച്ചോ, ഇങ്ങനെ ഫുള്ള് ശ്രദ്ധ. അത് ലഘുവാണ്. അവന് ഈ പ്രതിഫലം ഇല്ല. നേരത്തെ വന്നിട്ടും കാര്യമില്ല, കുളിച്ചിട്ടും കാര്യമില്ല, നടന്നു വന്നിട്ടൊന്നും കാര്യമില്ല. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കരുത്, അവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ഫോണും വെച്ചിട്ട് വരാം. അതിനെക്കൊണ്ട് അത്രയും ഫിത്തനയാണെങ്കിൽ വീട്ടിൽ ആ ഫോണും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരാം. ഖുതുബയ്ക്കിടയിൽ ഒരു കാര്യത്തിലും എത്രത്തോളം അടുത്തൊരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് മിണ്ടാതിരിക്കുന്ന പോലും പറയാൻ പാടില്ല. അത്രയും എന്താ പറയാ, ഗൗരവമുള്ള വിഷയമാണ് എന്ത്, ഖുതുബ കേൾക്കുന്നതിനിടയിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇത്രയും കണ്ടീഷൻ ഒത്തുകഴിഞ്ഞാൽ, ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ എന്താ, അവനാണ് ഈ പ്രതിഫലമുള്ളത്. അവനാണ് ഈ പ്രതിഫലം. എന്താ പ്രതിഫലം? ഓരോ കാൽവെപ്പിനും 1 വർഷം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്ത കൂലി. ഓരോ കാൽവെപ്പിനും. ഇത് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും. ഇത് നമുക്ക് എല്ലാ ആഴ്ചയും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കൂലിയാണ്. എല്ലാ ആഴ്ചയും നമുക്ക് പറ്റും. ചിലർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ പരമാവധി പറ്റുന്നത്രയും ആഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്ത് ചെയ്യാണ്, പറയാണ്, ബിലാലെ, നീ ചെയ്യുന്ന അമലുകളിൽ, ഞങ്ങളൊക്കെ ചെയ്യുന്ന അമലുകളല്ലാതെ നീ മാത്രം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മികച്ചതായി നിനക്ക് തോന്നിയത് ഏത് അമലാണ് ചോദിക്കും. അപ്പൊ ബിലാൽ റളിയല്ലാഹു സ്വാഭാവികമായിട്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെടും, എന്താ റസൂൽ അങ്ങനെ ചോദിക്കാൻ കാരണം, എന്താ റസൂലെ? അപ്പോൾ ബിലാൽ പറയാം, അല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നലെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു വെച്ചാൽ സ്വപ്നത്തിൽ അള്ളാഹു വഹയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന്റെ ഉൾഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പേ നിന്റെ എന്ത് ചെയ്തു, ചെരുപ്പിന്റെ കാലടി ശബ്ദം അവിടെ ഞാൻ കേട്ടു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ സ്വർഗത്തിൽ കയറി എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ അത്രയും വലിയ സ്ഥാനമുണ്ട്, പദവിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്തോ ഒരു അമല് കാരണത്ത് അദ്ദേഹം പ്രത്യേകമായി ചെയ്യുന്ന, ബാക്കിയുള്ള സ്വഹാബത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല, അദ്ദേഹം മാത്രം ചെയ്യുന്ന എന്തോ ഒരു അമല്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് തന്നെയാണ്, ദീനിൽപ്പെട്ടത് തന്നെയാണ്, സുന്നത്തായിട്ടുള്ള അദ്ദേഹത്തിന് തോന്നിയത് ചെയ്യുന്നതല്ല.
പക്ഷെ ബാക്കിയുള്ളവരൊന്നും ഈ അമൽ ഇത്രയും ബിലാൽ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്ന അത്രയും ഈ അമൽ ബാക്കിയുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അമൽ. അതെന്താണ് ബിലാൽ എന്ന് ചോദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ഞാൻ അങ്ങനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഞാൻ ആകെ ചെയ്യുന്ന എന്തുമാത്രമാണ്, ഞാൻ എപ്പോഴും വുളൂയിലായിരിക്കും. എപ്പോഴും ഞാൻ വുളൂയിലായിരിക്കും. എനിക്ക് എപ്പോഴൊക്കെ വുളൂ നഷ്ടപ്പെട്ടു അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും? വുളൂ ചെയ്യും. വുളൂ പുതുക്കും. ഓരോ തവണ വുളൂ ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യും? വുളൂവിനൊരു സുന്നത്ത് നിസ്കാരമുണ്ട്. എപ്പോൾ വുളൂ ചെയ്താലും അത് സുന്നത്താണ്. 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ ഞാൻ ഒരിക്കൽ പോലും രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴൊക്കെ ഞാൻ വുളൂ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ഈ 2 റക്അത്ത് നിസ്കരിക്കാതിരുന്നിട്ടില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ്, ഈ കാരണം കൊണ്ട് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എപ്പോഴും വുളൂയിലായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും വുളൂ നഷ്ടപ്പെടുമ്പോഴൊക്കെ വുളൂ ചെയ്യുക എന്നുള്ളതും ഈ വുളൂ ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതും അങ്ങേയറ്റം വലിയ പദവികൾ കരസ്ഥമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സുന്നത്താണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അമലാക്കാൻ സാധിക്കുന്ന ഒരു സുന്നത്താണ്. അതേപോലെ തന്നെ വുളൂവിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളത് എന്താ പറയാ മറന്നു പോവാണ്. എല്ലാ വുളൂവിന് ശേഷവും ഒരു ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലെങ്കിൽ അബ്ദുഹു വ റസൂലുഹു. ചില റിവായത്തുകൾ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വ ജഅൽനി മിനൽ മുത്തത്വഹിരീൻ എന്ന തിർമിദിയുടെ റിവായത്തിൽ കൂടുതലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൊല്ലി അല്ലാഹുമ്മ ജഅൽനി ചൊല്ലിയിട്ടില്ലെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വുളൂ എടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു തന്നത്? സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും. അവൻ അതിലേതിലൂടെ ഉദ്ദേശിക്കുന്നുവോ അതിലൂടെ അവൻ പ്രവേശിക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾക്ക് അതിലൂടെ കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സുന്നത്തുകൾ. അതിൽ കുറേ സുന്നത്തുകളുണ്ട്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തേത്, നമ്മൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഒരാൾ അവന്റെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ കൂടെ ആരുണ്ടാവും? പ്രവേശിക്കാൻ ശൈത്താന്മാരുണ്ടാവും. ഒരു ശൈത്താന്മാർ ഇങ്ങനെ നോക്കും, ഇവൻ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നുണ്ടോ നോക്കും. പറയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല എന്ന് പറയും. പറയുന്നില്ലെങ്കിൽ വാടാ നമുക്ക് ഇന്ന് ഇവിടുത്തെ നമ്മുടെ താമസം ഇവിടെ റെഡിയായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ശൈത്താന്മാരെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? അകത്തേക്ക് കയറിപ്പോവും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുന്നുണ്ടോ നോക്കും. അവിടെയും ബിസ്മി ചൊല്ലുന്നില്ലെങ്കിൽ ഫുഡും അക്കോമഡേഷനും സെറ്റായി, ഒന്നും നോക്കണ്ടേ, റാഹത്തായി. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ചൊല്ലുന്ന ചെറിയൊരു വാക്ക് അത് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറുന്ന ഓരോരുത്തരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിക്കണം. കാരണം നമ്മുടെ വീട്ടിനകത്തേക്ക് ഓരോരുത്തർ കയറുമ്പോഴും ശൈത്താന്മാർ ഈ അവസരവും കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ചൊല്ലിയിട്ട് വളരെ കൃത്യമായിട്ട് കയറുന്നുണ്ടാവും. നമ്മുടെ ഭാര്യ വരുന്നുണ്ടാവും, ചൊല്ലുന്നുണ്ടാവില്ല. പെങ്ങൾ വരുന്നുണ്ടാവും, ചൊല്ലുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ സഹോദരൻ വരുന്നുണ്ടാവും, ചൊല്ലുന്നുണ്ടാവില്ല. മക്കൾ വരുന്നുണ്ടാവും, ചൊല്ലുന്നുണ്ടാവില്ല. നമ്മൾ ഉള്ള വീട്ടിലേക്ക് തന്നെയല്ല അവരും വരുന്നത്. അപ്പൊ നമ്മൾ മാത്രം ചൊല്ലിട്ട് എന്താ കാര്യം? അവരും ചൊല്ലണം. വീടിനകത്ത് ശൈത്താന്മാര് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ മാത്രമല്ല, ആ വീട്ടിനകത്തേക്ക് ആരൊക്കെ പ്രവേശിക്കുന്നുണ്ടോ അവരൊക്കെ ചൊല്ലണം. അവരൊക്കെയും ചൊല്ലണം. അതേപോലെ തന്നെ ബിസ്മി ചൊല്ലുന്നു ഭക്ഷണത്തിന്റെ എപ്പോഴും അങ്ങനെ തന്നെ. ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ചെറിയ മക്കളാണെങ്കിൽ പോലും
ആ ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ അവരെ കഴിക്കാൻ അനുവദിക്കാവൂ. ചെറുതല്ലേ, അവർ നമ്മൾ ഇപ്പൊ തന്നെ അങ്ങനെ നിർബന്ധിച്ച് പറയിപ്പിക്കണോ? ഒന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോ എന്താ പണി? കുട്ടികൾക്ക് എന്താ പറയാ, വായടിക്കാനും പാട്ട് പാടാനും കഥ പറയാനൊക്കെ അറിയുന്ന കുട്ടികൾക്ക് ബിസ്മില്ല ചൊല്ലാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അത് ചൊല്ലിപ്പിക്കാൻ നമുക്കാ പ്രയാസം. അത് ചൊല്ലിപ്പിക്കാൻ നമുക്കാണ് പ്രയാസം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഭക്ഷണത്തളികയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഒരു ഭക്ഷണം തുടങ്ങി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നവരെ കൂടെ ആരും കഴിക്കാൻ തുടങ്ങൂല, മര്യാദകേടാണ്. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിന് മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ആരോ തള്ളി വിട്ടതുപോലെ ഓടി വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തിലേക്ക് കൈയിടാൻ പോകണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടി കൈയിടുന്നതിന് മുമ്പേ ആ കുട്ടിയുടെ കൈക്ക് പിടിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഈ കുട്ടിയെ ഇങ്ങോട്ട് തള്ളി വിട്ടത് ശൈത്താനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ഈ ഭക്ഷണത്തളികയിൽ നിന്ന് ആർക്കും കഴിക്കാൻ സാധിക്കും? ശൈത്താനും കഴിക്കാൻ സാധിക്കും. അപ്പൊ കുട്ടികളാണെന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ വിഷയം നിസ്സാരമായി കണക്കാക്കരുത്. അപ്പോ വീട്ടിനകത്തേക്ക് കയറുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് എന്ത്? ബിസ്മി ചൊല്ലുക എന്നുള്ളത്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദ സലാം പറയുക എന്നുള്ളത്. ഹദീസുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വീട്ടുകാരോട് സലാം പറയുക എന്നുള്ളത് വീട്ടിനകത്ത് ബറക്കത്ത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. വീട്ടിനകത്ത് പലർക്കും വീട്ടിനകത്തൊരു ഇരിക്കപ്പുറതി കിട്ടൂല. എങ്ങനെയെങ്കിലും വീട്ടിനകത്തേക്ക് കയറിയാൽ പുറത്ത് ചാടാൻ എന്താ വഴി, എന്ത് പറഞ്ഞിട്ടാണ് ഭാര്യനോട് എന്ത് കളവ് പറയാ, എന്താണ് കാരണം പറയാന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും ചാടാനാണ് ആളുകൾ എപ്പോഴും ചിന്തിക്കുക. അത് വീട്ടിനകത്ത് ബറക്കത്തില്ലാത്തതുകൊണ്ടാണ്. വീട്ടിനകത്ത് ബറക്കത്തില്ലാത്ത വീട്ടുകാരോട് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറി വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ സലാം പറയുക എന്നുള്ളത് പരസ്പരം ഇഷ്ടം വരാനും ഇണക്കം വരാനും വളരെയധികം സഹായിക്കുന്ന കാര്യം. വളരെയധികം സഹായിക്കുന്ന കാര്യം. വീട്ടിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം കുറയുന്നതിനൊക്കെ വലിയ കാരണം എന്താ? അതിൽ കുറെ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ടൊരു കാരണം സ്നേഹം നിലനിർത്താനും കൂട്ടാനുമുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമായ സലാം പറയുക എന്നുള്ളത് അവർ ശ്രദ്ധിക്കാത്തതുണ്ട്. ഒരു മണിക്കല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീട്ടിനകത്തുള്ള ആളുകളോട് സലാം പറയണം. വിശ്വാസം പഠിപ്പിച്ചെന്താ? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരേക്കും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങൾ ഈമാനുള്ളവരാകുകയുമില്ല. എന്നിട്ട് അഫലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയും. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അഫ്ഷു സലാം ബൈനക്കും. എന്താ പറഞ്ഞു തന്നത്? നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കാൻ നബി പഠിപ്പിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇതേപോലെ തന്നെ ശൈത്താന്മാരോട് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാൻ ശൈത്താന്മാർ തക്കം പാർത്ത് ചാൻസ് നോക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ രക്ഷപ്പെടാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവനോട് പറയപ്പെടും കുഫീത വഹുദീത വവുഖീത. നീ മതിയാക്കപ്പെട്ടവനായിട്ടുണ്ട്, നീ ശരിയായ വഴിയിലാക്കപ്പെട്ടിട്ടുണ്ട്, നിന്റെ വിഷയത്തിൽ നീ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവനോട് പറയപ്പെടും. എന്നുവെച്ചാൽ ശൈത്താന്മാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ കുറെ സുന്നത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുന്ന മറ്റൊരു സന്ദർഭത്തിൽ ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സുന്നത്തുകളും വാജിബുകളും ഈമാനും തഖ്വയൊക്കെ പാലിച്ചതിന് ശേഷം പരമാവധി വർദ്ധിപ്പിക്കാനും അങ്ങനെ നമ്മുടെ പരലോകത്തിലെ ദർജകൾ ഏറ്റവും വലിയ ദർജകളാക്കി ഉയർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.